ആ ഒരു വഷള ചിരി കണ്ടില്ലേ? പദവിയും സ്ഥാനവും ഉപയോഗിച്ച് എത്ര വലിയ ക്രിമിനൽ ഒഫൻസ് ചെയ്യുവാണെങ്കിലും ഞാൻ അതിൽ നിന്ന് രക്ഷപ്പെട്ട് വരും എന്നുള്ള ഒരു തൻ്റെ ഒരു ധാർഷ്ട്യമാണ് ആ മുഖത്ത് കണ്ടത്. KB ഗണേഷ് കുമാറിനെ കുറിച്ചാണ് പറഞ്ഞത്. എനിക്ക് സത്യം പറഞ്ഞാൽ അത്ഭുതവും സഹതാപവും തോന്നുവാണ് പുള്ളിയോട്. എന്തോ പുള്ളി കല്യാണം കഴിക്കുന്ന എല്ലാ സ്ത്രീകളും സംശയരോഗികൾ. വല്ലാത്തൊരു അവസ്ഥയാണ് പുള്ളിയുടെ കേട്ടോ. കാരണം പുള്ളിക്കാരൻ വളരെ പ്രതീക്ഷയോടുകൂടി നിരാലംബനായിട്ടുള്ള ആ ഒരു പുരുഷന്മാരാണല്ലോ ഇപ്പം അബലന്മാർ അല്ലെ. അപ്പോ അങ്ങനെ വളരെ പ്രതീക്ഷയോടുകൂടി ആദ്യത്തെ വിവാഹം കഴിച്ചു. പക്ഷെ അവരും സംശയരോഗിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരുപാട് കോലാഹലങ്ങൾക്കും പ്രശ്നങ്ങൾക്കും ആ പദവിയിൽ ഇരുന്നു കൊണ്ട് നമുക്ക് വായിക്കുമ്പോൾ ഈ പേപ്പറിലും മാധ്യമങ്ങളിലൊക്കെ വായിക്കുമ്പോഴും കേൾക്കുമ്പോഴും നമുക്ക് അറപ്പ് തോന്നുന്ന രീതിയിലുള്ള കുടുംബ പ്രശ്നങ്ങൾ നാട് നീളെ പാട്ടായി ആ സ്ഥാനത്ത് നിന്ന് ഒഴിയുന്നു. എന്നിട്ട് അവിടുന്ന് രക്ഷപ്പെടാൻ ആ പാർട്ടിയിൽ നിന്ന് ചാടി അപ്പുറത്തെ പാർട്ടിയിലേക്ക് പോകുന്നു. ചെന്ന പാർട്ടി ആകട്ടെ ആ ഇദ്ദേഹം ഇട്ടിട്ട് വന്ന പാർട്ടിയിൽ കൊടുത്ത അതുപോലത്തെ സ്ഥാനം അങ്ങോട്ട് കൊടുത്തു. കാരണം പുള്ളി ഇരുന്ന കസേരയിൽ മാക്സിമം കഴിവ് തെളിയിച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഇപ്പോഴത്തെ LDFകാരും പുള്ളി അപ്പൊ പറഞ്ഞു വന്നതിൽ നിന്ന് നമ്മൾ വിട്ടുപോകുന്നു. പുള്ളി ഒരുപാട് പ്രതീക്ഷയോടെ ആദ്യത്തെ വിവാഹം കഴിച്ചു, സംശയരോഗിയായിരുന്നു. എന്നിട്ട് തകർന്ന് തരിപ്പണമായി നിരാലംബനായിട്ട് ഇരുന്നപ്പോഴാണ് പുള്ളിക്കാരൻ രണ്ടാമത് വിവാഹം കഴിച്ചത്, അതും സംശയരോഗി. അതായത് വെറുതെ ഈ ഭാര്യമാർക്ക് ഇദ്ദേഹത്തിനോട് അങ്ങ് ഭയങ്കര സംശയമാണ്. ഭയങ്കര സുന്ദര കോമളനാണല്ലോ, നിഷ്കളങ്കനാണല്ലോ. അപ്പം വഷളത്തരമൊന്നും കയ്യിൽ ഇല്ല. അതായത് കേരളത്തിൽ നമുക്ക് മാതൃകയാക്കാൻ പറ്റുന്ന ഉത്തമ പുരുഷൻ. അപ്പൊ അങ്ങനെയുള്ള ഇദ്ദേഹത്തിന് ഈ കയറി വന്ന ഭാര്യമാരെല്ലാം കൂടെ അങ്ങോട്ട് സംശയിക്കുക. ഭാര്യമാർ ആരൊക്കെയായിരുന്നു? ഡോക്ടർ യാമിനി തങ്കച്ചി, പത്തനാപുരം ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ പ്രശസ്തയായിട്ടുള്ള ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ യാമിനി തങ്കച്ചിയാണ് KB ഗണേഷ് കുമാറിന്റെ ആദ്യ ഭാര്യ. ഈ ആദ്യ ഭാര്യ ഇദ്ദേഹത്തിന്റെ ഇങ്ങേരുടെ ഈ പെണ്ണുപിടുത്തവും മറ്റു കാര്യങ്ങളും ക്രിമിനൽ ഒഫൻസും ഒരു ഭാര്യയ്ക്ക് കണ്ണിന് മുന്നിൽ കാണാൻ പറ്റാത്ത പല കാര്യങ്ങളും കണ്ടു കേട്ടു എന്ന് ഡോക്ടർ യാമിനി തങ്കച്ചി അന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞപ്പോൾ ഇദ്ദേഹം പറഞ്ഞത്, അതായത് ഇങ്ങേരുടെ കൂട്ടാളികളും ഇങ്ങേരുടെ വീട്ടുകാരും ഒക്കെ പറഞ്ഞിരുന്നത് ആ സ്ത്രീ മാനസിക രോഗിയാണെന്ന്. മാനസിക രോഗിയായിട്ട് ചിത്രീകരിച്ച സ്ത്രീ പ്രശസ്തയായിട്ടുള്ള ഗൈനക്കോളജിസ്റ്റ് ആണ്. അതെന്താ പ്രശസ്തരായിട്ടുള്ള അല്ലെങ്കിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾക്ക് സംശയം വരില്ലെന്നാണോ? അങ്ങനെയല്ല. പണവും പദവിയും ഉപയോഗിച്ച് എത്ര വലിയ ആളുകളെ ക്രൂരമായിട്ട് കുഴിച്ചിടുന്ന കുറച്ച് വഷളന്മാരുടെ കൂട്ടത്തിൽപ്പെടുത്താം ഈ ഒരു ഗതാഗത മന്ത്രി എന്നൊന്നും പറയുന്നില്ല. അതായത് ഈ ജനങ്ങൾ ഇട്ടുകൊടുക്കുന്ന ഒരു സ്ഥാനത്ത് നിന്ന് സ്വയം നിരങ്ങി ഇറങ്ങി അങ്ങ് താഴേക്കിടയിൽ കുഴിയിൽ പോയിരുന്നാൽ നമുക്ക് ആ ഒരു രീതിയിൽ മാത്രം ചിന്തിച്ചാൽ മതിയല്ലോ. അപ്പോൾ അന്ന് ഡോക്ടർ യാമിനി തങ്കച്ചിയെ സംശയരോഗി എന്നും ഗുണ്ടയെന്നും ആക്കി. അതായത് പുള്ളി തല്ലി ചതച്ചു ഡോക്ടർ യാമിനി തങ്കച്ചിയെ. സ്വയം രക്ഷയുടെ ഭാഗമായിട്ട് ഏതൊരു മനുഷ്യനും മൃഗവും ഒന്ന് റെസിസ്റ്റ് ചെയ്ത് നിൽക്കാൻ നോക്കും അല്ലെ. എന്നിട്ട് സ്വയമായിട്ട് പരിക്കേൽപ്പിച്ചു. പുള്ളിക്കാരത്തെ മാന്തോപിച്ചു അതോട് ചെയ്ത്. അതുകൂടാതെ സ്വയമായിട്ട് പരിക്കേൽപ്പിച്ചു. മൂക്കിന്റെ പാല പിടിച്ച് ഡോക്ടർ യാമിനി തങ്കച്ചി തകർത്തു എന്നും. അത്രയ്ക്ക് പവർഫുൾ ലേഡിയാണല്ലോ. എന്നിട്ട് ആ പവർഫുൾ ലേഡിയുടെ കൺമുന്നിൽ ഡോക്ടർ യാമിനി തങ്കച്ചിയും അന്ന് കണ്ണീരോടുകൂടി മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത്, പരസ്ത്രീ ബന്ധം ഒരുപാടുണ്ട്. ഒരു സ്ത്രീക്ക് കാണാൻ പറ്റാത്ത, ഭാര്യയ്ക്ക് കാണാൻ പാടില്ലാത്ത പല കാര്യങ്ങളും ഞാൻ കണ്ടു, എനിക്ക് മതിയായി എന്നുള്ള രീതിയിൽ ഒരുപാട് കോലാഹലങ്ങൾ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വായിക്കുമ്പോൾ തോന്നുന്ന നമുക്ക് അറപ്പ് തോന്നുന്ന രീതിയിലുള്ള കുടുംബ പ്രശ്നങ്ങൾ പുറത്തായി നാണം കെട്ട് ഗതാഗത വിഭാഗത്തിൽ നിന്നും മന്ത്രിപദത്തിൽ നിന്നും താഴേക്ക് ഇറങ്ങി വന്നിട്ട് ഒരു ചാൻസും കൂടെയും, അത് യൂണിവേഴ്സ് ആണെങ്കിലും ദൈവമാണെങ്കിലും ഇങ്ങേർക്ക് ഒരു ചാൻസും കൂടെ മറ്റൊരു പാർട്ടിയിൽ കൊടുത്തു. അതായത് ഒരു പാർട്ടി ഇട്ടിട്ട് മറ്റൊരു പാർട്ടിയിലേക്ക് പോകുന്നത് തന്നെ നാണം കെട്ട ഇടപാടാണ്. പിന്നെ അതൊക്കെ ഓരോ മനുഷ്യന്റെ വ്യക്തിപരമായിട്ടുള്ള ചോയ്സസ് ആയിരുന്നു. നമ്മൾ അതിനൊന്നും ചോദ്യം ചെയ്യാൻ നിൽക്കുന്നില്ല. എങ്കിൽ പോലും ഒരു ചാൻസ് എന്ന പോലെ അതേ ഒരു ഗതാഗത വകുപ്പ് മന്ത്രി എന്നുള്ളൊരു ലേബൽ അല്ലെങ്കിൽ പൊസിഷൻ അദ്ദേഹത്തിന് കൊടുത്തപ്പോൾ അവിടെ ഇരുന്നു കൊണ്ട് പണ്ടത്തതിനേക്കാൾ മോശമായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്ത് പെണ്ണുങ്ങളെ മിസ്യൂസ് ചെയ്യുന്ന ഒരു തരം താഴ്ന്ന വഷളൻ. സത്യം പറഞ്ഞാൽ ഇവരെയൊക്കെ ഇതെന്താ പണ്ടത്തെ രാജഭരണമാണോ? ഉടയൻ അടിയാൻ ഈ ഒരു സംഭവമൊക്കെ ഇന്നുമുണ്ടോ? അതായത് ഉന്നത പദവിയിൽ ഇരുന്നു കൊണ്ട് സ്ത്രീകളെ മിസ്യൂസ് ചെയ്യുക. അതായത് കാവലിനായിട്ട് ഒരുപാട് ആളുകൾ ഇവർക്കൊപ്പമുണ്ട്. ഗുണ്ടകളായിട്ടും ഡ്രൈവറായിട്ടും അല്ലെങ്കിൽ പരിരക്ഷകരായിട്ടും പരിചാരകരായിട്ടും ഒക്കെ ഒരു 10-16 ഗഡാഗഡിയന്മാർ ഇങ്ങനെ പോലുള്ള ആളുകളുടെ ചുറ്റും എപ്പോഴും ഉണ്ടാകും. എന്നിട്ട് വീടിന്റെ ചുറ്റും ഈ കുരയ്ക്കുന്ന നായ്കളെ പോലെ ഇവരിങ്ങനെ കാവൽ നിൽക്കും. ഉള്ളിൽ ഏതെങ്കിലും സ്ത്രീകൾ
അവരുടെ അഭിമാനം പണയപ്പെടുത്തി ചിലപ്പോൾ അവരുടെ ഇഷ്ടത്തോടു കൂടി തന്നെ ആയിരിക്കാം. പക്ഷെ ഇതിൻ്റെ ഇടയിൽ നരകിച്ചു പോകുന്ന ഭാര്യ പദവിയിരിക്കുന്ന സ്ത്രീകളുണ്ട്. ആ സ്ത്രീകളെ സൊസൈറ്റിക്ക് മുന്നിൽ മാനസിക രോഗികളാക്കിയും സംശയ രോഗികളാക്കിയും ചിത്രീകരിച്ച് ഇന്നതേ തെളിവ് സഹിതം പുറത്തു വരികയാണ്. അങ്ങനെ ഡോക്ടർ യാമിനി തങ്കച്ചിയുമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം അതായത് ലീഗലി അവർ ഡിവോഴ്സ് ആകുന്നു. അതിനുശേഷം ഏഷ്യാനെറ്റിന്റെ ഹെഡായിരുന്ന ഇന്ദു മേനോൻ എന്ന സ്ത്രീയെ വിവാഹം ചെയ്യുന്നു. എനിക്കെപ്പോഴും അത്ഭുതം, ഇത്രയേറെ കോലാഹലങ്ങൾ പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടാക്കിയ ഒരു പുരുഷനെ, അതും മാധ്യമങ്ങളിലൊക്കെ ഭയങ്കര കേസും പ്രശ്നങ്ങളും ഒരു മന്ത്രി കൂടെയാണ്, അല്ലെങ്കിൽ സിനിമാ നടന്മാരായിക്കോട്ടെ, ഈ ബാലയെ പോലുള്ള ആളുകൾ അവരുടെ യഥാർത്ഥ രൂപം മനസ്സിലാകിയിട്ടും വീണ്ടും വീണ്ടും വിവാഹം ചെയ്യാൻ നിന്നു കൊടുക്കുന്ന സ്ത്രീകൾ, ഇവരെ ഒന്നും ഇര എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഈ ബിന്ദു മേനോൻ എന്ന് പറയുന്ന ആ ഒരു സ്ത്രീയെ ഇര എന്ന് തന്നെ വിളിക്കേണ്ടി വരും. കാരണം ഈ ഒരു വ്യക്തി സ്ത്രീകളെ ഇങ്ങനെ മയക്കി, അല്ലെങ്കിൽ ഇവർ ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾ ഭാര്യയാണ് ചെയ്യുന്നുള്ള രീതിയിൽ മറ്റു സ്ത്രീകളെ പറഞ്ഞ് മനസ്സിലാക്കി ഭയങ്കര ഒരു അതായത് മറ്റുള്ളവർക്ക് കരുണ ഉണ്ടാക്കുന്ന രീതിയിലുള്ള വാക്സാമർഥ്യമുള്ളവരായിരിക്കും ഇവർ. കാരണം മന്ത്രിമാരാണ്. ഈ ഇലക്ഷൻ സമയത്തൊക്കെ വീതികളിലൊക്കെ നിന്ന് പ്രസംഗിച്ച് നല്ല തഴക്കവും പഴക്കവും വോയിസ് മോഡുലേഷനൊക്കെ ഏത് രീതിയിൽ എപ്പോൾ ചെയ്യണമെന്ന് വ്യക്തമായി അറിയുന്ന വ്യക്തികളാണ് ഇവരൊക്കെ. അപ്പോൾ ഒരു സ്ത്രീയുടെ കുടുംബജീവിതം തകർത്ത് ചുമ്മാ അങ്ങോട്ട് അവരെ ഡിവോഴ്സ് ആക്കി വിടുകയില്ല. ആ സ്ത്രീക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ട്രോമ ഉണ്ടാക്കി കൊടുത്തതിന് ശേഷം അവരെ സമൂഹത്തിന് മുന്നിൽ മാനസിക രോഗിയും സംശയ രോഗിയുമാക്കി ചിത്രീകരിച്ചതിന് ശേഷം 2 ആൺമക്കളെയും കൂട്ടി പുറത്താക്കിയിട്ട് മറ്റൊരു സ്ത്രീയുടെ മുന്നിൽ ചെല്ലുന്നു. ആ സ്ത്രീ എന്തൊക്കെയോ പറഞ്ഞ് പാട്ടിലാക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനെയുള്ള ആളുകളുടെ വലയിൽ വീഴുന്നത് അത് ക്വാളിഫിക്കേഷനോ മറ്റു കാര്യങ്ങളോ ഒന്നും നോക്കിയിട്ടല്ല. ഇവർക്ക് പ്രത്യേക ഒരു കരവിരുതാണ്. അങ്ങനെ ഏഷ്യാനെറ്റിന്റെ ഹെഡായിരുന്ന ഇന്ദു മേനോൻ എന്ന് പറയുന്ന സ്ത്രീയെ വിവാഹം ചെയ്യുന്നു. വിവാഹം കഴിഞ്ഞ മാസങ്ങൾക്ക് ശേഷം ഇന്നലെ അവരുടെ ശബ്ദരേഖ നമ്മളൊക്കെ കേൾക്കുകയുണ്ടായി, അവരുടെ ഓഡിയോ നമ്മളൊക്കെ കേൾക്കുകയും പല കാര്യങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാൻ, അതായത് നമുക്കങ്ങോട്ട് കേട്ടിട്ട് നമുക്ക് തന്നെ എന്തോ പോലെ ആയി പോകുന്നു. ഒരു ഭാര്യയ്ക്ക് കണ്ണിന് മുന്നിൽ കാണാൻ പാടില്ലാത്ത കാര്യം അദ്ദേഹത്തിന്റെ ബെഡ്റൂം തുറന്നു ചെന്നപ്പോൾ ഈ സ്ത്രീ കണ്ടു. അവളുടെ കയ്യിൽ അതിനുള്ള വീഡിയോ ക്ലിപ്പിംഗ്സ് ഉണ്ട്, ഫോട്ടോസ് ഉണ്ട്, തെളിവുകളുണ്ട്. അതാണ് കർമ്മ എന്ന് പറയുന്നത്. കർമ്മയ്ക്ക് സ്ഥാനമില്ല, പദവിയില്ല. അത് എപ്പോൾ എവിടെ വേണമെങ്കിലും ബൂമറാങ് പോലെ തിരിച്ചു ചെല്ലും എന്നുള്ളതിന്റെ തെളിവാണ്. ഡോക്ടർ യാമിനി തങ്കച്ചിക്ക് അനുഭവങ്ങൾ മാത്രമായിരുന്നു. അനുഭവങ്ങൾ അവർ വിളിച്ചു പറഞ്ഞു. ഞാൻ കണ്ടു പലതവണ ഇതിനെക്കുറിച്ച് കേട്ടു, എനിക്ക് ഒരു ഭാര്യ നിലയിൽ കാണാൻ പാടില്ലാത്തത് കണ്ടു എന്ന് പറഞ്ഞപ്പോൾ ലോകത്തിന് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കുറച്ചെങ്കിലും നമ്മളെ പോലുള്ള ആളുകൾ വിശ്വസിച്ചു. പക്ഷെ അവൾ മാനസിക രോഗിയാണെന്ന് ചിത്രീകരിച്ചു കഴിഞ്ഞപ്പോൾ തെളിവില്ലാത്തത് കൊണ്ട് അവരവിടെ തോറ്റുപോയി. പക്ഷെ കണ്ടോ, കർമ്മ രണ്ടാമത് ഹിറ്റ് ചെയ്തപ്പോൾ, അതായത് നല്ല രീതിയിൽ പവർഫുൾ ആയിട്ട് തിരിച്ചങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ നല്ല ക്ലാരിറ്റിയുള്ള ഫോട്ടോയോടും വീഡിയോയോടും കൂടി തന്നെയാണ്. ഇനി ആരുടെ മുന്നിൽ, എന്നിട്ടും മാധ്യമങ്ങളുടെ മുന്നിൽ നിന്നുകൊണ്ട് ആ ഒരു വഷള ചിരിയോടുകൂടി ആ ഒരു തേർഡ് റേറ്റ് ആയിട്ടുള്ള സംഭവത്തെ പ്രണയമായിട്ടൊക്കെ പറഞ്ഞ് ഫലിപ്പിക്കാനുള്ള ആ ഒരു കഴിവ് കണ്ടു. ഇന്നും നമ്മുടെ സമൂഹത്ത് ഇവന്മാരുടെ ഭാര്യമാരെ പോലെ മാനസിക രോഗിയായിട്ടും സംശയ രോഗിയായിട്ടും ചിത്രീകരിക്കപ്പെട്ട് ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഒരുപാട് നിഷ്കളങ്കരായിട്ടുള്ള സ്ത്രീകളുണ്ട്, ഇരകളുണ്ട്. അതുപോലെ തന്നെ ഇതൊന്നും മനസ്സിലാക്കാതെ ഇവരുടെ ചതിക്കുഴികളിൽ വീണ്ടും വീണ്ടും ചാടിക്കൊടുക്കാൻ നിൽക്കുന്ന, ഇരകളാകാൻ പോകുന്ന സ്ത്രീകളുമുണ്ട്. പക്ഷെ ഈ ഒരു ഒറ്റ കാര്യത്തിലൂടെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. സത്യം ഒരു നാൾ പുറത്തു വരുന്ന സമയത്ത് ഭയങ്കര മൂർച്ചയുള്ള വാള് പോലെ ആയിരിക്കും അത് പുറത്തു വരുന്നത്. എന്നിട്ടും അതായത് സത്യം എല്ലാവരും മനസ്സിലാക്കി. ഡോക്ടർ യാമിനി തങ്കച്ചിയുടെ പഴയ ഒരു ഇന്റർവ്യൂ ഏഷ്യാനെറ്റ് ഇന്ന് വീണ്ടും ടെലികാസ്റ്റ് ചെയ്യുകയുണ്ടായി. അതിലവർ പറയുന്നുണ്ട്, ഇതുപോലെ ഒരു കേസ് പണ്ട് അതായത് ആ പിടിച്ച വ്യക്ി ഇവരുടെ വീട്ടിൽ, അന്ന് കെ ബി ഗണേഷ് കുമാർ വീട്ടിലില്ല, ഡോക്ടർ യാമിനി തങ്കച്ചി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹം വന്ന് നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ ഇവർ ഭയങ്കര ഷോക്കായിരുന്നു. അവർക്ക് എന്ത് ചെയ്യണം എന്നറിയാൻ പറ്റാത്ത രീതിയിൽ ഇരിക്കുകയായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ കെ ബി ഗണേഷ് കുമാർ കടന്നു വന്നു. അപ്പോൾ ഈ വിവരങ്ങൾ പറയാൻ വന്ന ആള് ഇദ്ദേഹത്തിന് നേരെ ആക്രോശിച്ചുകൊണ്ട് ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഇന്നലെ മീഡിയയിൽ മുന്നിൽ കണ്ട ആ വഷള ചിരിയോടുകൂടി എല്ലാം പുള്ളിക്കാരൻ റിജക്ട് ചെയ്തു. പക്ഷെ ഈ വന്ന പുള്ളി തെളിവ് സഹിതം, അടയാള സഹിതം, ഏത് കാറിലാണ്, എങ്ങനെയാണ് പോയത്, എവിടെയാണ് പാർക്ക് ചെയ്തത്, എങ്ങനെയാണ് കൂടെ ഉണ്ടായിരുന്ന സ്ത്രീയെ അകത്തേക്ക് കൊണ്ടുപോയെന്നുള്ള കാര്യങ്ങൾ നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ അങ്ങേരുടെ കാലിലോട്ട് അങ്ങ് വീണെന്ന്. അതായത് പിടിക്കപ്പെടും എന്നുള്ള അവസ്ഥ വരുമ്പോൾ കാലിൽ വീണ് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകളെ കരുണ പിടിച്ചു പറ്റി, അതായത് കുറച്ച് സമയത്തേക്ക് രക്ഷപ്പെട്ടിട്ട് അവരെ വീണ്ടും പറ്റിക്കുക.
എന്നുള്ള വഷളന്മാരൊക്കെ ഈ മന്ത്രിസ്ഥാനത്ത് അല്ലെങ്കിൽ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ അതിലൊരു സംസ്ഥാനമായ കേരളത്തിന്റെ ഭരണ തലപ്പത്ത് കയറി ഇരുന്ന് ഭരിക്കുക എന്ന് പറഞ്ഞാൽ എന്ത് യോഗ്യതയാണുള്ളത്? ഒരു സീറോ വാല്യൂ പോലും കൊടുക്കാൻ പറ്റില്ല. ഒന്നും രണ്ടും തവണകളൊന്നുമല്ല, ഒരൊറ്റ കേസിൽ സ്ത്രീ വിഷയത്തിൽ സോളാർ കേസ് വന്ന് ഈ ഡോക്ടർ യാമിനി തങ്കജി ഭാര്യയുമായിട്ടുള്ള പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞപ്പോഴാണ് സോളാർ കേസിലെ സരിത നായറുമായിട്ട് ഇദ്ദേഹത്തിന് നല്ല ബന്ധമുണ്ടെന്ന്, വളരെ സ്ട്രോങ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരുന്നു എന്നുള്ളതിന്റെ തെളിവുകളടക്കം പുറത്തു വിട്ടിട്ടും LDF എന്ന് പറയുന്ന പാർട്ടി ഇങ്ങേരെ പിടിച്ച് ഗതാഗത വകുപ്പ് കൊടുത്ത് മന്ത്രി തലപ്പത്തി ഇരുത്തിയിട്ട് എന്ത് പറ്റി? അതാണ് ചില അർഹതയില്ലാത്ത ആളുകളെ ചില സ്ഥാനത്തിരുത്തി കഴിഞ്ഞാൽ ആ സ്ഥാനം കൊടുത്തവരുടെ തലയിൽ പോലും ചാണകവെള്ളം കോരി ഒഴിക്കും. നല്ല മണമായിരിക്കും, എല്ലായിടത്തും മണപ്പിക്കും ഇവർ. ഇപ്പം പാർട്ടിക്ക് മനസ്സിലായിട്ടുണ്ടാവും, കൂടെ ഉള്ളവർക്കും ഒക്കെ മനസ്സിലായിട്ടുണ്ടാവും. ഇനിയെങ്കിലും ഇതുപോലെയുള്ള ജനപ്രതിനിധികൾ വരാതെ ഇരിക്കട്ടെ. നാണക്കേടാണ്. കാരണം നല്ലൊരു തലപ്പത്തിരുന്ന് ആ ഒരു പേര് കേൾപ്പിക്കുക അല്ലെങ്കിൽ ആ ഒരു ഭരണം ചെയ്യുക എന്നതിനപ്പുറത്തേക്ക് ഇവന്മാരൊക്കെ ഭരണ തലപ്പത്ത് കയറുന്നത് തന്നെ സ്ത്രീകളെ ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അവർക്കറിയാം കള്ളങ്ങൾ പറഞ്ഞു നിൽക്കാൻ. ഒരു 10-500 മീഡിയ അവരുടെ മുന്നിൽ ഉണ്ടെങ്കിലും അവരെ ആക്കി ചോദിക്കുക. അതായത് ഇന്നലത്തെ ആ ഒരു മീഡിയയുടെ മുന്നിലുള്ള അങ്ങനത്തെ സംസാരവും ആ വഷളശ്ശേരിയും, എന്നിട്ട് മീഡിയയ്ക്ക് ഉള്ളിൽ നിൽക്കുന്ന ഏതോ ഒരു ചെക്കനോട് ചോദിക്കുക നിനക്ക് പ്രണയമില്ലേ എന്ന് ചോദിച്ചിട്ട് എന്നൊക്കെ പറഞ്ഞ് ചിരിക്കുകയാണ് പുള്ളി. ഇവരെയൊക്കെ വഷളൻ എന്നല്ല വിളിക്കണ്ടേ, എന്തോ മാനസിക രോഗികൾ എന്നൊക്കെയാണ് വിളിക്കേണ്ടത്. തെളിവ് സഹിതം എല്ലാം പുറത്തു വരട്ടെ. ഈ ഒരു സ്ഥാനത്തിരിക്കാൻ യോഗ്യതയില്ല എങ്കിൽ ആ സ്ഥാനത്ത് ഇരുത്തരുത് എന്നുള്ളത് തന്നെയാണ്. കാരണം ആദ്യ ഭാര്യയ്ക്ക് നീതി കിട്ടണം. രണ്ടാം ഭാര്യയ്ക്കാണെങ്കിലും, ആദ്യ ഭാര്യയാണെങ്കിൽ തോന്നുന്നു ഒരുപാട് ബുള്ളിങ്ങുകൾ ആ സ്ത്രീക്ക് കിട്ടി. കാരണം ഈ വ്യക്തി പറഞ്ഞത് അവർ സംശയരോഗിയാണെന്നാണ്. ഞാൻ വീണ്ടും എനിക്ക് ചിരി വരുന്ന കാര്യം, ഒരു പ്രശസ്തയായിട്ടുള്ള ഗൈനക്കോളജിസ്റ്റ്, അതിസുന്ദരയായിട്ടുള്ള ഒരു സ്ത്രീ, അവരെയാണ് ഈ KB ഗണേഷ് കുമാർ മന്ത്രി പദവിയും അല്ലെങ്കിൽ ഒരു സിനിമാ നടൻ എന്നുള്ള കാര്യം മാത്രമാണ് ഇച്ചിരി മുന്നിൽ ഇദ്ദേഹത്തിന്. അപ്പോൾ ഇങ്ങേരാണ് ആ സ്ത്രീയെ സംശയരോഗം ഉണ്ടെന്ന് പറയുന്നത്. അപ്പോൾ തന്നെ ആലോചിക്കണം, ഇതുപോലെ കേസുകളിൽപ്പെട്ട് അല്ലെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങൾ ഇവർക്ക് നേരെ ആരോപിക്കുമ്പോൾ സ്വന്തം ഭാര്യമാരെ സംശയരോഗിയെന്നും മാനസിക രോഗിയെന്നും ചിത്രീകരിക്കുന്ന, അല്ലെങ്കിൽ മകന്റെ ഭാര്യയെ സംശയരോഗിയെന്നും മാനസിക രോഗിയായിട്ടും ചിത്രീകരിക്കുന്ന അച്ഛന്മാരും ആൺമക്കളും ഒരുപാടുണ്ട്. അതുമൂലം ഇരകളായിട്ട് എന്നേക്കും സമൂഹത്തിൽ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. മാനസിക രോഗിയാണ്, സംശയ രോഗിയാണെന്ന് പറഞ്ഞാൽ അവർക്ക് രണ്ടാമതൊരു ജീവിതം പോലും കിട്ടത്തില്ല എന്നുള്ളൊരു കാര്യം നിങ്ങൾ ഓർക്കണം.